ഇപ്പോൾ ലഭിച്ചൊരു വാർത്തയിലേക്കാണ്. വയനാട് കൽപ്പറ്റ നഗരസഭയിലെ UDF സ്ഥാനാർത്ഥി KG രവീന്ദ്രന്റെ പത്രിക തള്ളിയ വരണാധികാരിയുടെ നടപടി നിയമവിരുദ്ധമാണെന്ന് ഹൈക്കോടതി. ഭരണഘടനാപരമായ തടസ്സമുള്ളതുകൊണ്ടാണ് ഈ ഘട്ടത്തിൽ ഇടപെടുന്നില്ല എന്നും കോടതി അറിയിച്ചു. മുസ്തഫ വിവരങ്ങൾ നൽകും. മുസ്തഫ, ഏത് സാഹചര്യത്തിലാണ് കോടതിയുടെ നിരീക്ഷണം? ഇനിയൊരു ഇടപെടൽ ഉണ്ടാകുന്നതിനുള്ള സാധ്യതയുണ്ടോ? ഇനിയൊരു ഇടപെടൽ ഈ ഘട്ടത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. കാര്യം തെരഞ്ഞെടുപ്പ് പ്രക്രിയ തുടങ്ങിക്കഴിയുകയും ബാലറ്റ് പേപ്പർ ഉൾപ്പെടെ അച്ചടിക്കാനുള്ള നടപടികളൊക്കെ ആയി കഴിഞ്ഞു. പക്ഷേ കോടതി ചില നിരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട്. നേരത്തെ അവിടെ ഈ മുനിസിപ്പാലിറ്റിയുടെ തന്നെ നഗരസഭയുടെ തന്നെ UDFന്റെ ചെയർമാൻ സ്ഥാനാർത്ഥിയായി പരിഗണിക്കപ്പെട്ടിരുന്ന ആളാണ് KG രവീന്ദ്രൻ. അദ്ദേഹം നേരത്തെ കൽപ്പറ്റ നഗരസഭയുടെ മുൻ സെക്രട്ടറി കൂടിയാണ്. അന്നുണ്ടായിരുന്ന ഒരു ബാധ്യത അടച്ചു തീർത്തില്ല എന്നതുൾപ്പെടെയുള്ള വിയോജനം പല കോണുകളിൽ നിന്ന് വരികയും പിന്നീടാണ് ആ വിഷയത്തിൽ പത്രിക തള്ളുന്നതായി ഈ വിഷയത്തിൽ ഒരു തീരുമാനമെടുക്കുകയും ഒക്കെ ചെയ്തത്. പക്ഷേ ഈ വിഷയത്തിൽ ഹൈക്കോടതിയുടെ സ്റ്റേ ഉത്തരവ് ഉൾപ്പെടെ നിലനിൽക്കുന്ന ഒരു ഘട്ടത്തിൽ, അല്ലെങ്കിൽ മുൻപത്തെ പഴയ ഒരു ഓഡിറ്റ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു വിഷയം, അതുൾപ്പെടെ അത്തരത്തിൽ നടപടിയെടുക്കാൻ വരണാധികാരിക്ക് അധികാരമില്ല. മാത്രമല്ല അദ്ദേഹത്തിനെതിരെ ചിലപ്പം ഈ വരണാധികാരിക്കെതിരെ ചിലപ്പോൾ നടപടിയെടുക്കുമെന്നത് ഉൾപ്പെടെയുള്ള നിരീക്ഷണങ്ങൾ കോടതി നടത്തിയിട്ടുണ്ട്. എന്തായാലും ആ വിഷയത്തിൽ കോടതി വരണാധികാരിയെ തന്നെ വിമർശിക്കുകയാണ്. കാര്യം നിയമവിരുദ്ധമായാണ് വരണാധികാരി ഇടപെട്ടത്. പക്ഷേ ഈ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ ആരംഭിച്ചതുകൊണ്ട് ഭരണഘടനാപരമായ തടസ്സമുള്ളത് കൊണ്ടാണ് ഇടപെടാത്തതെന്നും കോടതി നിരീക്ഷിക്കുന്നുണ്ട്. ശരി, അഹമ്മദ് മുസ്തഫയാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകൾ ഇടവേള കഴിഞ്ഞു.